രാജീവ്, കേരളത്തെ നടുക്കിയ സംഭവത്തിൽ സംസ്ഥാനത്ത് എമ്പാടും പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ദില്ലി സംഭവം കേരളത്തിലും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ പലപ്പോഴും അധികാരികൾ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ദാരുണമായ സംഭവം ഉണ്ടായിട്ടും അതിനെതിരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അതിനെതിരെയാണ് രാജ്യത്ത് പല കോണുകളിൽ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജിഷയുടെ കൊലപാതകത്തിൽ പ്രതികളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധത്തിന് വേണ്ടി എത്തിയ അനുപമ നമ്മളോടൊപ്പം ചേരുകയാണ്. അനുപമ, എങ്ങനെയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്? കേരളത്തിൽ തന്നെ ഞെട്ടിച്ച സംഭവം ദില്ലി മോഡൽ ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സമൂഹത്തിൽ സുരക്ഷിതത്വമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷിതത്വം ഇല്ല എന്ന് മാത്രമല്ല, സുരക്ഷിതത്വ ബോധം പോലുമില്ല. അടച്ചുറപ്പുള്ള ഒരു കഥകുള്ള ഒരു സ്ത്രീക്ക് ഒരു പക്ഷേ സുരക്ഷിതയാണെന്ന് ഇന്നലെ വരെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം. പക്ഷേ സമൂഹത്തിന് അടച്ചുറപ്പില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് കേരളത്തിൽ ഭയത്തോടെയാണ് ജീവിക്കുന്നത്. എന്നിട്ട് പോലും നമ്മുടെ സ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളത് നമ്മുടെ സമൂഹം ഇനിയും ഉണർന്നിട്ടില്ല. ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സംഭവം, ഒരു ചവിട്ടിന് ഒരു സ്ത്രീയുടെ ആന്തരിക അവയവങ്ങൾ പുറത്ത് വന്നിട്ടും നമ്മുടെ സ്ത്രീകൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. ആരും ഉണർന്നിട്ടില്ല. ഈ സംഭവം നടന്ന് ഇന്നിപ്പോൾ 5 ദിവസം, വ്യാഴാഴ്ച നടന്ന സംഭവമാണ്. ഇത് മാധ്യമങ്ങൾ ഉൾപ്പെടെ, പല മാധ്യമങ്ങളും ഉൾപ്പെടെ ഇത് വാർത്തയാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു പരാതി പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് ശക്തമായ നടപടി സ്വീകരിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതുവരെ പ്രതികളെക്കുറിച്ച് ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. സർക്കാരിൻ്റെ പരിഗണനയിൽ എങ്ങും സ്ത്രീ സുരക്ഷിതത്വം അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ മാത്രമല്ല, അന്തസ്സായി ജീവിക്കുന്ന പുരുഷന്മാർക്ക് പോലും മനസമാധാനത്തോടു കൂടി അവരുടെ മക്കളെ പറ്റി സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാരിൻ്റെ പരിഗണനയിൽ എങ്ങും സ്ത്രീ സുരക്ഷ ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയാണ്. 5 ദിവസം കഴിഞ്ഞു ഇത്രയും ദാരുണമായ ഒരു കൊലപാതകം നടന്നിട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് പോലും അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണമോ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ സ്ഥലം സന്ദർശിക്കുക, ആ കുട്ടിയുടെ അമ്മയ്ക്ക് മാനസിക അസ്വസ്ഥതകളുണ്ടെന്ന് പറയുന്നു. സ്വന്തം മകളെ രക്ഷിക്കാൻ പരിമിതികളുള്ള ആ ഒരു അമ്മയ്ക്ക് പകരം നിൽക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. സർക്കാർ എന്നിട്ടും ഇതിന് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. ജനങ്ങളുടെ ഈ ഭയത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വിഷയം. നമുക്കറിയാം, ദില്ലി സംഭവത്തിന് ശേഷം സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. പക്ഷേ ഈ ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരണശേഷി ആളുകൾക്ക് ഇല്ലാതെ പോകുന്നുണ്ടോ അത്തരത്തിൽ? കാരണം ഇതുവരെയായിട്ടും അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ആരും തയ്യാറാകാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് കേവലം പ്രകടനപരതയായി മാത്രം മാറുന്ന ഒന്നായി മാറുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഡൽഹിയെ പറ്റി പറയുമായിരുന്നു, വളരെ അരാഷ്ട്രീയപരമായ ഒരു സമൂഹമാണ്. ഇത്രയധികം രാഷ്ട്രീയ ബോധമുള്ള കേരളം പോലെ ഒരു സമൂഹത്തിൽ, ഏറ്റവും താഴെത്തട്ടിൽ വരെ രാഷ്ട്രീയം ഇറങ്ങിച്ചെന്നിട്ടുള്ള കേരളം പോലൊരു സമൂഹത്തിൽ ഇനിയും ആളുകൾ പുറത്തിറങ്ങാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു പക്ഷേ ഒറ്റപ്പെട്ട ഒരു മൈനോറിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ദളിത് ഇഷ്യൂ ആയതുകൊണ്ടാണോ ആളുകൾ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകാത്തത്? എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല, 3.5 സെൻറ്റ് വസ്തുള്ള മധ്യവർഗ മലയാളിക്ക് ഇതിനോട് പ്രതികരിക്കാൻ താല്പര്യമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടത് ഒരു ദളിത് സ്ത്രീയാണ്, കുട്ടിയാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അതൊക്കെ ഏത് രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കാരണം അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടില്ലാത്ത സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളിലേക്ക് ഇവർ വലിച്ചെറിയപ്പെടുകയാണ്. ഈ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത് അതിൻ്റെ അമ്മ അവർക്ക് വീട് കിട്ടാനുള്ള എന്തോ ആനുകൂല്യത്തിന് പുറത്ത് പോയപ്പോഴാണ് എന്ന് പറയുന്നു. അപ്പോൾ അടച്ചുറപ്പില്ലാത്ത ഒരു വീട്, സാമൂഹ്യനീതി എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ അർഹതയില്ലാത്ത ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത് നമുക്ക് സുരക്ഷിതത്വം പ്രതീക്ഷിക്കുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല. ഇതിനോട് പ്രതികരിക്കേണ്ടത് വൈകാരികമായല്ല, നമ്മൾ സമൂഹത്തിൽ ഈ നിലനിൽക്കുന്ന അസമത്വങ്ങളുള്ളൊരു സമൂഹത്തിൽ തീർച്ചയായും അസ്വസ്ഥതകളുണ്ട്. ആ അസ്വസ്ഥതകൾ ഇല്ലാതാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. സമഗ്രമായ സമൂഹത്തിലൊരു അഴിച്ചുപണിയാണ് ആവശ്യം. അതിന് ലക്ഷ്യബോധമുള്ള സമയബന്ധിതമായ ഒരു കർമ്മ പദ്ധതി ആവശ്യമുണ്ട്. ഒരു സാമ്പത്തിക അടിത്തറയുള്ള ഒരു തീർച്ചയായും സെക്രട്ടേറിയറ്റ് പരിസരത്ത് സമരം പ്രക്ഷോഭം ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം സാംസ്കാരിക പ്രവർത്തകൻ സിവിക് ചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. സിവിക് ചന്ദ്രൻ്റെ തന്നെ പീപ്പിൾ TV ആരംഭിച്ച ജസ്റ്റിസ് ഫോർ ജിഷ ക്യാമ്പയിൻ #ക്യാമ്പയിൻ്റെ ഭാഗമാണ് സിവിക് ചന്ദ്രൻ. ഒരുപക്ഷെ ഇത് പീപ്പിൾ TV ആണ് ആരംഭിച്ചതെന്ന് പോലും സിവിക് ചന്ദ്രൻ അത് അത്തരത്തിൽ ധാരണയുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും സിവിക് ചന്ദ്രൻ, ജസ്റ്റിസ് ഫോർ ജിഷ ക്യാമ്പയിൻ്റെ ഭാഗമായി താങ്കൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി
ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ്. എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കാണുന്നത്? ഇതിൽ 2-3 കാര്യമുണ്ട്. ഒന്ന്, എങ്ങനെയാണ്, എത്ര നീചമായാണ് നമ്മുടെ പെൺകുട്ടികൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്, എത്ര ക്രൂരമാണ് നമ്മുടെ ആണത്വം എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പെരുമ്പാവൂർ നടക്കുന്നത് യഥാർത്ഥത്തിൽ. അതായത് പുറത്തിറങ്ങാൻ വീട്ടിലേക്ക് മടങ്ങൂ, സുരക്ഷിതരാകൂ എന്നായിരുന്നു വ്യവസ്ഥയുടെ ഒരു ഉപദേശം. വീട്ടിൽ പോലും സുരക്ഷിതമല്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് ഇതിനെ കൂടുതൽ അത്യന്തം ശ്രദ്ധേയമാക്കുന്ന ഒരു ഘടകം ഇതൊരു ദലിത് പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. നമ്മുടെ അതായത് സാധാരണഗതിയിൽ നോക്കിയാൽ ഒരു കുടുംബത്തെ അതിന്റെ അച്ഛൻ വിട്ടുപോകുന്നു, അമ്മ മെന്റലി ഡിസോർഡർ ആവുന്നു, സാധാരണ ഒടുങ്ങിപ്പോകേണ്ടതാണ് കുടുംബം. പക്ഷെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി ലോ കോളേജിൽ ചേരുന്നത്, അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കേരളത്തിലും ഇന്ത്യയിലുമുള്ള സാധാരണ ഒരു ദലിത് വിദ്യാർത്ഥിയുടെ ഒരു ജീവചരിത്രം കൂടിയാണ് ജിഷയുടെ അവസ്ഥ എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാഭാവികമായും ഇതുപോലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ കേരളമൊട്ടാകെ ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇത്രയും സമയമെടുത്തു, മെല്ലെ മെല്ലെ ഒരു അഭിപ്രായം രൂപപ്പെട്ട് വരുന്നുണ്ടെന്നത് ശരി തന്നെയാണ്. പക്ഷെ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമായിട്ടും അറിയിക്കുന്ന രീതിയിലാണ് അവരോടൊപ്പം. സിവിക് ചന്ദ്രൻ, ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അധികാരികളിൽ നിന്നുള്ള മൗനമാണ്, നിസ്സംഗതയാണ്. 6-ാം ദിവസമാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സംബന്ധിച്ചൊരു പ്രതികരണം നൽകുന്നത്. അതും ഇതൊരു ദളിത് പീഡനമായി കണക്കാക്കേണ്ടതില്ല, വലിയ പൈശാചികമായി പോയി, എനിക്ക് വേദനയുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ, ഞാൻ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഏപ്രിൽ 28 മുതൽ മെയ് 3 വരെ അദ്ദേഹം എവിടെയായിരുന്നു, ആഭ്യന്തരമന്ത്രി എവിടെയായിരുന്നു എന്ന് വലിയ ചോദ്യം ഉയരുന്നില്ലേ? അല്ല ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, നാട്ടിന് എന്ത് സംഭവിച്ചാലും തനിക്ക് ഒരു ഊഴം കൂടി കിട്ടുക എന്നതാണ് പ്രധാനമെന്ന് കരുതുന്ന രാഷ്ട്രീയക്കാരുള്ള ഒരു കാലത്ത് ഇതിൽ കൂടുതൽ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും കാലം ഈ 5 വർഷം കേരളം കണ്ട ഏറ്റവും മോശം ഭരണം നടത്തിയിട്ടും, കുറ്റകരമായ ഒരു ഭരണം നടത്തിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ രണ്ടാമതൊരു ഊഴം ആവശ്യപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് മറ്റെന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഈ പ്രശ്നത്തിലെ വേറൊരു കാര്യം, വളരെ എളുപ്പമാണ് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കുറ്റവും ഈ മറുനാടൻ തൊഴിലാളികളുടെ മേലെ നമുക്ക് അവർ ധാരാളം സാമൂഹ്യ വിരുദ്ധരുണ്ട്. ശരിയാണ്, അതിനൊരു സംശയം വരുന്നുണ്ട്. കാരണം നമുക്കറിയാം കേരള പോലീസിന്റെ ശേഷിയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. ഇനി ആരെങ്കിലും ഒരു പ്രതിയെ ഇത്തരത്തിൽ കേരളം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു പ്രതിയെ മുന്നോട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇത് കാര്യങ്ങൾ സമ്മതിപ്പിച്ചുകൊണ്ടുള്ള നീക്കത്തിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക എന്നെ പോലുള്ള മാധ്യമപ്രവർത്തകർക്കുണ്ട്. കാരണം ഈ 5 ദിവസവും കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താനായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് പോലീസ് അടിമപ്പെട്ടിട്ടുണ്ടാകാമെന്നൊരു ന്യായമായ സംശയം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ അറിയുന്നത് കൊണ്ട് എനിക്കിപ്പോഴുണ്ട്. താങ്കൾ എങ്ങനെ പങ്കുവെക്കുന്നു ഈ ആശങ്ക? നിശ്ചയമായിട്ടും. കാരണം പല ഭാഗങ്ങളിൽ നിന്നും മറുനാടൻ മലയാളികളാവാം ഇതിന്റെ പിറകിൽ എന്നുള്ളൊരു ആശങ്ക ബോധപൂർവമോ അല്ലാതെയോ പടർത്തപ്പെടുന്നുണ്ട്. എളുപ്പമാണ് ഇത്, പ്രത്യേകിച്ചും പെരുമ്പാവൂരാകുമ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു കേന്ദ്രമാണല്ലോ പെരുമ്പാവൂർ. അവരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ പ്രതിയായി കണ്ടെത്തി പോലീസ് രക്ഷപ്പെടാനിടയുണ്ട്. അത് പോലീസ് മാത്രമല്ല രക്ഷപ്പെടുന്നത്, ഭരണാധികാരികൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, പൊതു മലയാളിയും രക്ഷപ്പെടും. ഇതെല്ലാം മറുനാട്ടിൽ നിന്നുള്ള ആൾക്കാരിലങ്ങ് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടുമല്ലോ. യഥാർത്ഥത്തിൽ പ്രതി ഇത് സംഭവിക്കുന്നത് ഒരു പ്രതിയെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അയാളെ കൊലമരത്തിലേക്ക് നയിക്കുന്നതിനുള്ള ആക്രോശങ്ങളായി. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു, തുടർച്ചയായി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അതിനെക്കുറിച്ചുള്ള മനഃശാസ്ത്രപരമോ സാമൂഹ്യശാസ്ത്രപരമായ യാതൊരു പഠനങ്ങളും നമ്മുടെ നാട്ടിലില്ല. ഇതിനെ ഇതുവരെ അഭിമുഖീകരിക്കാനായിട്ട് നമ്മുടെ എഴുത്തുകാരോ കലാകാരന്മാരോ മനഃശാസ്ത്രജ്ഞന്മാരോ അധ്യാപകരോ രാഷ്ട്രീയക്കാരോ മുന്നോട്ട് വന്നിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ തിയേറ്ററിലുള്ള ഒരു ഫിലിം യഥാർത്ഥത്തിൽ എത്രമാത്രം അക്രമാസക്തമാണ് നമ്മുടെ ആണുങ്ങൾ എന്നത് കാണിക്കുന്ന ഒന്നാണ്. അതിനോട് പുറംതിരിഞ്ഞിരിക്കുകയാണ്. അതിനെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ല. ചില പ്രത്യേക ടീമുകളെ അഭിമുഖീകരിക്കാൻ മലയാളിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു മറുനാടൻ മലയാളിയെ പ്രതിയായി കൊണ്ടുവരും, പ്രതിയായി കണ്ടെത്തും, അയാളുടെ മേൽ മുഴുവൻ രോഷം എന്തുകൊണ്ട് മലയാളി രക്ഷപ്പെടും. അതാണ് വരാനുള്ള സാധ്യത എന്ന് തോന്നുന്നു. ഈ മലയാളി കേരള സർക്കാരിനെ മാത്രമല്ല ഇക്കാര്യത്തിൽ, ഇതിൽ പ്രതിയെ മാത്രമല്ല വെറുതെ വിടരുത് എന്ന് പറയുന്നത്. ഇതേപോലെ ഏത് സമയവും ഒരു സാധാരണ പെൺകുട്ടിയുടെ മേൽ ചാടി വീഴാൻ സാധ്യതയുള്ള ഓരോ ആണുങ്ങളും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഞാനടക്കമുള്ള ഒരൊറ്റ ആണും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമുക്ക് നമ്മെ തന്നെ അഭിമുഖീകരിക്കാൻ
കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് എന്ന അർത്ഥത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ ഞാൻ സമീപിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ സിവിക് ചന്ദ്രൻ. ഇപ്പോൾ ശാരദക്കുട്ടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ശാരദക്കുട്ടി, താങ്കൾ എങ്ങനെ കാണുന്നു? അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ ഉള്ള നിരവധി വീടുകൾ കേരളത്തിലുണ്ട്, ശൗചാലയം പോലും ഇല്ലാത്ത നിരവധി വീടുകൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദളിത് പെൺകുട്ടിയുടെ ക്രൂരമായ ബലാത്സംഗവും കൊലപാതകവും എത്രത്തോളം ആശങ്ക ഉളവാക്കുന്നു ശാരദക്കുട്ടി എന്ന സ്ത്രീയിൽ? ഇത് ഒരു കൗമാരക്കാരായ ഒരുപാട് പെൺകുട്ടികളുടെ ഒരു അധ്യാപികയാണ് ഞാൻ. കൗമാരക്കാരിയായ ഒരു മകളുടെ അമ്മയാണ് ഞാൻ. എന്റെ ചുറ്റുവട്ടത്തും പെൺകുട്ടികളുണ്ട്. ഞാനും ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത്തരം ഭീഷണികളെ ഇതുവരെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് എന്തോ ഒരു ഭാഗ്യം പോലെ തോന്നുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇത് ഇലക്ഷൻ അടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ തീർച്ചയായിട്ടും കയ്യിൽ കിട്ടുന്ന ഒരാളെ പ്രതിയാക്കി രക്ഷപ്പെടാൻ ഉള്ള ആഭ്യന്തര വകുപ്പിന്റെ ഒരു സാധ്യതയും ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇലക്ഷനിൽ ഇത് മുഖം രക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ വിഷയമായതുകൊണ്ട്. പക്ഷേ നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം ഇതല്ല. തുടരെ ഇത്തരം പ്രശ്നങ്ങൾ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. തുടരെ ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് നേരെ, പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ മനഃശാസ്ത്രപരമോ സാമൂഹ്യശാസ്ത്രപരമോ ആയ വിഷയങ്ങൾ ആലോചിക്കാതെ ഇപ്പൊ ഗോവിന്ദചാമിയെ കണ്ടെത്തിയതോടെ സൗമ്യ പ്രശ്നം തീർന്നു. നിർഭയയുടെ കൊലപാതകിയെ കണ്ടെത്തിയതോടെ ഒരു പ്രശ്നം തീരുന്നില്ല. പ്രശ്നം തുടർച്ചയാവുകയും തുടരെ നമുക്ക് അടച്ചുറപ്പുള്ള വീടുകളിൽ പോലും നമുക്ക് അച്ഛനെയോ അമ്മാവനെയോ സഹോദരനെയോ ചുറ്റുവട്ട അയൽവക്കക്കാരെയോ സഹപാഠിയെയോ കാമുകനെയോ ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ പോകുമ്പോൾ കേരളത്തിൽ പൊതുമനസ്സ് എങ്ങോട്ടാണ് പോകുന്നത്? ഇത്തരം അപകടങ്ങളിലേക്ക് ഈ ആൺകുട്ടികളെ അല്ലെങ്കിൽ പുരുഷന്മാരെ കൊണ്ടുചെന്ന് എത്തിക്കും മാനസിക അവസ്ഥ, അതിന്റെ സാമൂഹിക സാഹചര്യം, ഇത് ക്രിമിനോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും ഒക്കെ കൂടെ ഇരുന്ന് വളരെ കാര്യമായിട്ട് ആലോചിച്ച് ഒരു കൃത്യമായ ഒരു ഇന്റർഡിസിപ്ലിനറിയായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഒക്കെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ചെയ്യുന്നത്. അതല്ല തൽക്കാല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെങ്കിൽ പ്രതിയെ കണ്ടെടുക്കാം. ഏതെങ്കിലും ഒരാളുടെ ശാരദക്കുട്ടി, ഈ സാഹചര്യത്തിൽ പ്രതി യഥാർത്ഥ പ്രതിയാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും. യഥാർത്ഥ പ്രതിയെ ആണോ പിടിക്കുന്നതെന്ന് സംശയിക്കണം. ഇനി യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയാൽ തന്നെ നാളെ ഇങ്ങനെ ഒരെണ്ണം സംഭവിക്കില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നാളെ ഇങ്ങനെ ഒരെണ്ണം സംഭവിക്കില്ല എന്നുള്ളതിന് നാളെ വീണ്ടും ഉണ്ടായാൽ ആ പ്രതിയെ പിടിച്ചതുകൊണ്ട് തീരുവോ പ്രശ്നം? പ്രതിയെ പിടിച്ചതുകൊണ്ട് തീരുന്നതാണോ ഈ പ്രശ്നങ്ങൾ? പ്രതിയെ കയ്യിൽ കിട്ടുന്നയാളെ പ്രതിയാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അധികാരവും കപട രാഷ്ട്രീയവും കപട ജനാധിപത്യ ബോധവും പുലർത്തുന്ന അധികാരം തലയ്ക്ക് മത്തുപിടിച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിന് സാധിക്കും. ആരെ വേണമെങ്കിലും പ്രതിയാക്കാൻ സാധിക്കും. പക്ഷെ പ്രതിയെ കണ്ടുപിടിക്കുന്നതോടെ ഇവിടുത്തെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ? അല്ലെങ്കിൽ ഒരു പ്രതിയെ കൊല്ലുന്നതോടെ ഇവിടുത്തെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ? ഇത് എന്തുകൊണ്ട് കേരളത്തിന്റെ മാനസിക നില ഇങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു പഠനം ഇതുവരെ ഇന്ത്യയിൽ ഒരിടത്തെങ്കിലും നടന്നിട്ടുള്ളതായി നമുക്കറിയാമോ? ഈ തുടരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഈ കേരളത്തിലെ രക്ഷിതാക്കൾ, എന്നെ പോലുള്ള അമ്മമാര് ചങ്ക് പൊട്ടിയിട്ടാണ് നിങ്ങളോട് ഇപ്പൊ ഇത് സംസാരിക്കുന്നത്. ഞാൻ അധ്യാപികയാണ്. എനിക്ക് എന്റെ ഓരോ പെൺകുട്ടിയും ഓർത്ത് എന്റെ ചങ്ക് പൊട്ടുന്നുണ്ട്, അറിയാമോ? ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? ചാനലിൽ തൽക്കാലം ഒരു ചർച്ച എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് എന്തുകൊണ്ട് ഇതുണ്ടാക്കുന്ന ഒരു ആഘാതത്തിന്റെ വരുംവരായികളെ കുറിച്ച് എന്തുകൊണ്ടാണ് ഗൗരവമായിട്ട് നമ്മുടെ സമൂഹം ചിന്തിക്കാത്തത്? നിങ്ങൾ ചാനലുകൾക്ക് പോലും ചെയ്യാവുന്നതാണ്. ക്രിമിനോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും പിന്നെ സൈക്കോളജിസ്റ്റുകളും ഒക്കെ അടങ്ങുന്ന പ്രഗത്ഭരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി നാളെ നിങ്ങളുടെയും എന്റെയും കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിട്ട് ഇവിടെ ജീവിക്കണ്ടേ? നമുക്ക് സുരക്ഷിതത്വം വേണ്ടേ? ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ മാത്രം ഇത് ഒതുങ്ങിയാൽ മതിയോ? ഒരു കൊലപാതകം കഴിഞ്ഞ് അടുത്ത പ്രതിയെ പിടിക്കുന്നത് വരെ ഉള്ളൂ ഇത്. നമുക്കതിന്റെ കള്ളത്തരം കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ഓരോ പെൺകുട്ടിയും പാര ഉൾപ്പെടുത്തി കോർത്തു വലിച്ച് കൊടൽമാലയുമായിട്ട് നാളെ ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടിയെ എനിക്ക് കാണേണ്ടി വരുമോ? എനിക്ക് ഭയമുണ്ട് സത്യത്തില്. തീർച്ചയായും വളരെ മൃഗീയമായ കൊലപാതകമാണ് ശ്രീമതി ശാരദക്കുട്ടിയെ ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ പീപ്പിൾ TV ഈ വാർത്ത ഇന്നലെ രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു തിരിച്ചറിയപ്പെടാത്ത കൊലപാതകത്തിന്റെ ഭാഗമായി മാറിയാണ്. 6 ദിവസം കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ ഞെട്ടുകയാണ്. നമ്മൾ എന്താ നമ്മുടെ വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീമതി ശാരദക്കുട്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും താങ്കൾ പങ്കുവച്ച ആശങ്ക പീപ്പിൾ TVയും പങ്കുവെക്കുന്നു. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സമീർ പെരുമ്പാവൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളുമായി രൂപം കൊണ്ട പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മളോട് വിശദീകരിക്കാൻ വേണ്ടി സമീർ നമ്മോടൊപ്പമുണ്ട്. സമീർ, എന്തൊക്കെയാണ്? യുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന വലിയ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശക്തമാവുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ പെരുമ്പാവൂരിലെ വിവിധ ഇടങ്ങളിൽ
ഇടതുപക്ഷ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും സമാനമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയരുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് കാലടി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള ഒരു ബഹുജന പ്രതിഷേധ റാലി അല്പസമയം മുമ്പാണ് ഇവിടെ അവസാനിച്ചത്. വൈകിട്ടും സമാനമായ രീതിയിൽ തന്നെ വൈകിട്ട് പട്ടികജാതി ക്ഷേമ സമിതിയുടെയും AT തൊഴിലാളികളുടെയും നേതൃത്വത്തിലുള്ള വലിയ ഒരു പ്രതിഷേധം നടത്താനിരിക്കുന്നു. ഈ വിധത്തിൽ വലിയ പ്രതിഷേധങ്ങൾ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നു. ഇത്രമാത്രം അതിക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള തരത്തിലുള്ള ഒരു കൊലപാതകം നടന്ന് 6 ദിവസം പിന്നിടുമ്പോഴും ഒരർത്ഥത്തിലും ഈ പ്രതിയെ സംബന്ധം ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോൾ അതിനെതിരെയാണ് ഇത്രമാത്രം സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഒരു വിധത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ സംഭവം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാഥമിക കാഴ്ചയിൽ തന്നെ അതിക്രൂരമായ രീതിയിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ശേഷം കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് അറിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സംഭവം. ഇത് ഇത്രമാത്രം ക്രൂരമായ രീതിയിലുള്ള കൊലപാതകം നടന്നു എന്ന് പോലീസ് അറിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അത് മറച്ചുവെക്കാനുള്ള ശ്രമം നടത്തി അതിനെ നിസ്സാരവൽക്കരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ച. ഈ വീഴ്ചയിൽ ആണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. സമീർ, ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തിന്റെ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ള നിസ്സാരവൽക്കരിക്കൽ എന്നുണ്ടായത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമാണോ എന്ന് സാധാരണ പ്രേക്ഷകൻ, സാധാരണ പൗരൻ ചിന്തിച്ചു പോയാലും അവർ കുറ്റം പറയാനാകില്ല. കാരണം കേരള പോലീസിന്റെ ശേഷിക്കുറവിനെ അത്തരത്തിൽ ശേഷിക്കുറവുള്ള ഒരു സംഘമായി കേരള പോലീസിനെ ആരും കാണുന്നില്ല. കേരള പോലീസിന് സൂചനകൾ ലഭിക്കാനും ഒരു പ്രതിയുടെ പിന്നാലെ പോകാനും അറ്റ്ലീസ്റ്റ് പ്രതി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനെങ്കിലും 5 ദിവസം ധാരാളം തന്നെയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ജിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനാസ്ഥ ഉണ്ടായി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇടപെടലുകൾ ഉണ്ടാവും. അത്തരത്തിൽ കാര്യങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 5 കഴിഞ്ഞ് 6-ാം ദിവസം വാങ്ങാൻ പോലും CI എത്തിയിട്ടില്ല എന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ 2-3 പ്രശ്നങ്ങളാണ്. ഒന്ന്, ജിഷ സ്ത്രീയാണ്. 2, ദളിതയാണ്. 3, പാവപ്പെട്ടവളാണ്. ഇതൊക്കെ കാരണമാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദം അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലുണ്ടോ? ഇതുവരെയും ഒരർത്ഥത്തിലുള്ള അന്വേഷണ പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രതിയെ സംബന്ധിച്ച് 6 ദിവസം പിന്നിടുന്നു. ഈ 6-ാം ദിവസവും ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. പേരിനെ ഒരു കത്തി കണ്ടെടുത്തു എന്ന് മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്യാൻ ഉപയോഗിച്ചത് എന്ന് സംശയിക്കുന്ന കത്തിയാണ് പിടിച്ചെടുത്തത് എന്ന് പോലീസ് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു. ഇതുവരെയായിട്ടും ആരാണ് കൊന്നത്, ഏത് വിധത്തിലുള്ള കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന് സംബന്ധിച്ചും ഒന്നും തന്നെ പോലീസിന് വ്യക്തത വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചും സമീറിന്റെ ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങൾ കാണുന്നു. എന്തായാലും സമീറിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഓരോ നിമിഷവും ജിഷയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കുചേരേണ്ടിയിരിക്കുന്നു. ഓരോ വിശദമായ കാര്യങ്ങളും പീപ്പിൾ TV പ്രേക്ഷകർ അറിയിച്ചുകൊണ്ടിരിക്കും. പെരുമ്പാവൂരിൽ ദാരുണമായി കൊല്ലപ്പെട്ട ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പീപ്പിൾ TVയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിന് ആയിരങ്ങളുടെ പിന്തുണയാണുള്ളത്. തെരുവിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ KG ദിനകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ദിനകർ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇപ്പോൾ നൽകാവുന്ന വിശദാംശങ്ങൾ? രാജീവ്, അതിദാരുണവും നിന്ദ്യവുമായ കൊലപാതകത്തിൽ സംസ്ഥാനത്ത് എമ്പാടും പ്രതിഷേധം ഉയരുകയാണ്. അതിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും ചില ചെറിയ സംഘങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകയും സീരിയറ്റിലെ ജീവനക്കാരിയുമായ പ്രേം സുജ നമ്മളോടൊപ്പം ചേരുകയാണ്. വളരെ ദാരുണവും നിന്ദ്യവുമായ കൊലപാതകം, അതിൽ സംസ്ഥാന സർക്കാർ വേണ്ടത്ര രീതിയിൽ പ്രതികരിച്ചു അല്ലെങ്കിൽ പ്രതികളെ കണ്ടെത്തുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? എങ്ങനെയാണ് ഈ സംഭവത്തെ ഇപ്പോൾ വിലയിരുത്തുന്നത്? ഈ സംഭവം നടന്നിട്ട് 5-6 ദിവസമായി. മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്നത് മാത്രമാണ് നമ്മുടെ മുന്നിൽ, നമ്മുടെ നാട്ടിൽ ഇത്രയും സാക്ഷര കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു സഹോദരി ഇത്രയും പൈശാചികമായ പീഡനത്തിനിരയായി മരണപ്പെട്ടു എന്നുള്ള സത്യം നമ്മൾ അറിയുന്നത്. ഇത് എന്തുകൊണ്ട് ഡൽഹിയിലൊക്കെ ഇത്രയും സംഭവം നടന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വളരെ ദൂരെയാണിത്, നമ്മുടെ കയ്യെത്തും ദൂരത്ത്, നമ്മുടെ അയലത്ത് നടക്കുകയാണ്. ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ഇത് എത്രയും വേഗം ഈ പോലീസിൻ്റെ ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായി സ്ത്രീകൾ സംഘടിക്കണം. ഒരു സംഭവം ആവർത്തിക്കാൻ പാടില്ല. മദ്യവും മയക്കുമരുന്നിനും എതിരെയും ഈ സ്ത്രീകൾ പീഡനവും ഇനി തുടരാൻ അനുവദിക്കാത്ത വിധം സ്ത്രീകൾ സംഘടിച്ചേ മതിയാകൂ. നമുക്കിത് വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇത്രയും ദിവസമായിട്ടും ഇത് യാതൊരു വെളിച്ചത്ത് വരുന്നില്ല ന്യൂസ്. ഒരു ദളിത പെൺകുട്ടിയാണ്, പാവപ്പെട്ട ഒറ്റമുറിയിൽ കഴിയുന്ന ഒരു ദളിത പെൺകുട്ടിയാണ് പീഡിപ്പിക്കപ്പെട്ടത്. ഒരമ്മ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കുട്ടി. ഇത് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? മാധ്യമങ്ങൾ കൂടി ഇത് പുറത്തു കൊണ്ടുവന്നിട്ട് ഇത് ഫാസ്റ്റ് ട്രാക്ക് കോടതി പോലെ ഇത് എത്രയും വേഗം കുറ്റവാളികളെ കണ്ടുപിടിക്കുക, പരമാവധി ശിക്ഷ കൊടുക്കുക. അതല്ലാതെ യാതൊരു ഇതുമില്ല. എത്രയും ശക്തമായ നടപടിയെടുത്ത് നിർത്തിയേ മതിയാകും. തീർച്ചയായും ശിക്ഷ ഓക്കെ. അതിനപ്പുറം
ഇത് കേവലം ചർച്ച ചെയ്യപ്പെടുന്നു, ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ? കാരണം ദില്ലി പോലുള്ള സംഭവം നടന്നതിന് ശേഷം കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സുരക്ഷ സ്ത്രീകൾക്ക് ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇപ്പോഴും സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥ തുടരുക തന്നെയാണോ? ബസ്സിലും അതോടൊപ്പം തന്നെ ട്രെയിനിലും ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലായ്മ അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കരുത്, ഒരു ഇതും നോക്കരുത്, ഒരു സംഘടനയോ ഒരു കൊടിയുടെ ഇതും നേക്കണ്ട. എല്ലാ സ്ത്രീകളും സംഘടിക്കുക, എല്ലാ സ്ത്രീകളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായി നടപടിയെടുക്കാനായിട്ട് സർക്കാരിനോടും പോലീസിനോടും ആവശ്യപ്പെടുക, നടപടി എടുപ്പിക്കുക. അതേ ഉള്ളൂ നിവൃത്തി. എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നില്ല? പലപ്പോഴും വളരെ കുറച്ചുപേർ മാത്രം ഇത്തരം പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നു. പലരും ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഇത് ഒരു സംഭവം ഉണ്ടായാൽ എനിക്കെന്ത് എന്ന മട്ടിൽ മുന്നോട്ട് പോകുന്നു. മറിച്ച് ഇത് സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായി കണ്ടുകൊണ്ട് അതിനെ നേരിടുന്നതിൽ സ്ത്രീകൾക്കും പരാജയം സംഭവിക്കുന്നുണ്ടോ? സ്ത്രീകൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ സ്ത്രീകൾക്കും ഇത് വേദന തന്നെയാണ്, എല്ലാ സ്ത്രീകൾക്കും വേദനയാണ്. പക്ഷേ ഈ അടുക്കളയിലും അകത്തും സ്ത്രീകളെ സംഘടിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു സംഘാടക ഒരു രീതി വേണം. എല്ലാവരും എത്തേണ്ട പുറത്തു വരേണ്ട ഒരു സംഭവമാണ്. ഇപ്പം അകത്തിരുന്ന് നമ്മൾ പത്രം വായിക്കുന്നു, വേദനിക്കുന്നു എന്നല്ല, ഇതെല്ലാം കൂടി പൊതു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇതിനെ സർക്കാരിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും ഇതിനെതിരെ ശക്തമായ നടപടികൾ, ഇത് എന്തുകൊണ്ട് പുരുഷൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് ഇവരുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആവുന്നു? അതിലെ എഡ്യൂക്കേഷൻ തൊട്ട് നമ്മൾ തുടങ്ങണം. ഇത് അടുത്ത തലമുറയിൽ പുരുഷൻ ഇത് ചെയ്യാൻ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് കുട്ടികളിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ നമ്മൾ ശക്തമായി ഒരു അപഗ്രഥിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് എല്ലാ ആൾക്കാരും ഒത്തുചേർന്ന് ഇതിനെക്കുറിച്ച് ശക്തമായി പഠനം നടത്തേണ്ടതുണ്ട്. ഒരിക്കലും അനുവദിക്കാത്ത തരത്തിൽ ഇതിനെ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്തേ മതിയാകും. വളരെയധികം നന്ദി രാജീവ്. ഇതുതന്നെയാണ് സ്ത്രീ സമൂഹത്തിന് പറയാനുള്ളതും. കാരണം ഒരു ശക്തമായ സാമൂഹ്യ സുരക്ഷ എന്നുള്ളത് സ്ത്രീകൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. കേവലം ചർച്ചകളിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ സമൂഹത്തിൽ സുരക്ഷിതരല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധ ബലാത്സംഗം ചെയ്യപ്പെടുന്ന, അതും ബന്ധുക്കളുടെ മുന്നിലിട്ട് മകൻ്റെ മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്ന സംഭവം പോലും കേരളത്തിൽ ഉണ്ടാകുന്നു. അപ്പോഴും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളത് അതിൽ നിന്നൊക്കെയും വ്യക്തമാവുകയാണ്. സ്ത്രീ സുരക്ഷ എന്ന് നിരന്തരം ശബ്ദിക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് കൃത്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. ഈ സംഭവത്തിലും പോലീസിൻ്റെ അനാസ്ഥ തന്നെയാണ് നമുക്ക് ഇപ്പോൾ വെളിച്ചത്ത് വരുന്നത്. കാരണം 6 ദിവസം പിന്നിടുമ്പോഴും ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്ന് വരുമ്പോൾ ഒന്നുകിൽ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു, അതല്ല എങ്കിൽ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നും നമുക്ക് പറയേണ്ടി വരും. കാരണം 6 ദിവസം പിന്നിടുമ്പോഴും ഇത്ര ദാരുണമായ സംഭവം, കേരളത്തെ ഞെട്ടിച്ച സംഭവം, ഇതിനു മുൻപ് ഇത്തരത്തിൽ ഉണ്ടാകാത്ത ഒരു സംഭവം, ഒരു ദളിത് പെൺകുട്ടി അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിനും ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും കഴിയുന്നില്ല എന്നിടത്താണ് അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. സ്ത്രീകളുടെ സുരക്ഷ എത്രത്തോളം തുടരുക. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾ TV തുടങ്ങിയ ഫേസ്ബുക്കിൽ തുടങ്ങിയ ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് പറയുന്നത് കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതയല്ലേ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു? കേരളത്തിലല്ല സുരക്ഷിതർ, ആകമൊത്തം ഇന്ത്യയിൽ ഒരിടത്തും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം. ഇതെല്ലാത്തിനും വളം വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ നിയമമാണ്. ഇപ്പൊ തന്നെ നമ്മള് ഈ ഗാങ് റേപ്പ് ചെയ്തവർ എവിടെ? ഡൽഹി ഗാങ് റേപ്പ് ചെയ്തവർ എവിടെയാണ് നിൽക്കുന്നത്? ഗോവിന്ദസ്വാമി എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ ജയിലിൽ പോയി കണ്ട കാഴ്ചയാണ്. നല്ല താടിച്ച് കോഴിച്ച് സുന്ദര കുട്ടപ്പനായി അവൻ ജയിലിൽ ജീവിക്കുന്നു. ഇതാണോ ഇവിടുത്തെ നിയമം? എവിടെയാണ് സ്ത്രീക്ക് സുരക്ഷിതത്വം കിട്ടുവാൻ പോകുന്നത്? ഒരിടത്തും കിട്ടുന്നില്ല. അത് പാവപ്പെട്ടവനെന്നോ പൈസ ഉള്ളവനെന്നോ സാധാരണക്കാരനെന്നോ വലിയവന് ചെറിയ ഒന്നുമില്ല. എല്ലാ സ്ത്രീകളും അരക്ഷിതരാണ്. ഒരു സ്ത്രീക്കും ഇവിടെ മനസമാധാനമായി ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നിയമം തീർച്ചയായും ഇതിന് ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഇനി മൊത്തം ഞങ്ങൾ സ്ത്രീകൾ രംഗത്തേക്ക് ഇറങ്ങുന്നുള്ളത് ഞാൻ ഇവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഇത് കണ്ട് സഹിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി, കൊലപാതകം നടക്കുന്നത് ഏപ്രിൽ 28-നാണ്. ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികളുടെ പ്രതികരണം വരുന്നത് മെയ് 3-നുമാണ്. അത് നമ്മൾ സർവ്വസാധാരണമായിട്ട് നിരന്തരം കേൾക്കുന്നതല്ലേ. ഇവിടെ ഏത് കേസാണ് ഉടനെ കണ്ടുപിടിച്ചിട്ടുള്ളത്? ആരെയാണ് കൊണ്ടുപോയി നമ്മൾ മുൻപിൽ കൊണ്ട് നിർത്തിക്കൊടുത്താൽ അവർ നടപടി എടുത്തു തരും. കാരണം അവരെ സംബന്ധിച്ച് സ്ത്രീയുടെ ശരീരത്തിനും സ്ത്രീയുടെ മാനത്തിനും ഒരു വിലയും നിയമത്തിൽ സൃഷ്ടിക്കുന്നില്ലല്ലോ. അതാണ് പ്രശ്നം ഉണ്ടാകുന്നത്.
മാനസിക രോഗികളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരമായ ഒരു കുട്ടിയെ ഒരു കൊലപാതകവും ബലാത്സംഗം ചെയ്യുമോ? എന്തൊരു മാനസിക രോഗമാണ്. താങ്കളുടെ ടെലിഫോണിൽ എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. KG ദിനകറിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ദിനകർ, എന്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പ്രതിഷേധ പ്രവർത്തകർ എത്തിത്തുടങ്ങി? ഇപ്പോൾ ദിനകറിലേക്ക് പോകുന്നതിന് മുമ്പ്